ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഞാനിന്ന് ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ നാട്ടിൽ ക്രിസ്മസിനും പെരുന്നാളുകൾക്കും സാധാരണയായി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലാണിത്. അപ്പോൾ അത് നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം. ഒരപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അരിപ്പൊടി, വറുത്ത് പൊടിച്ച അരിപ്പൊടി 2 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, മുട്ട 4 എണ്ണം, തേങ്ങാപ്പാൽ 2.5 കപ്പ്, നെയ്യ് 150 ഗ്രാം, കാഷ്നട്ട് 100 ഗ്രാം, ഗ്രേപ്സ് 100 ഗ്രാം, ഏലക്ക 12 എണ്ണം. ഇനി ഇതുകൂടാതെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ആവശ്യത്തിന് ചേർക്കണം. ആദ്യം മുട്ടകൾ 4 പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത മുട്ടയിലേക്ക് നമുക്കിനി അരിമാവ് ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത അരിമാവ് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തന്നെ അരിമാവും മുട്ടയും കൂടി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത മുട്ടയും അരിമാവും അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെന്ന് പറഞ്ഞാൽ 150 ഗ്രാമിൽ ഒരു 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. ബാക്കി മാറ്റി വെച്ചേക്കുക. അതിലേക്ക് നമുക്ക് നെയ്യ് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ മാവിന്റെ കൂട്ടിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ഉപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും 4 ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ല കട്ടിയായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ സമയം ലാഭിക്കാൻ പറ്റൂ. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്ത് മറ്റൊരു പാത്രത്തിൽ നല്ലോണം നെയ്യ് പുരട്ടുക. നല്ലോണം നെയ്യ് പുരട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് ഈ കുറുക്കി വെച്ചിരിക്കുന്ന മാവിനെ അങ്ങോട്ട് ആക്കുക. നല്ലതുപോലെ നെയ്യ് പുരട്ടിയതിന് ശേഷമേ ഈ മാവ് അതിലേക്ക് ആക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മാവ് അടിയിൽ പിടിക്കും. ചരുവത്തിലേക്ക് കുറുക്കിയ എല്ലാ മാവും മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ലതുപോലെ അമർത്തി വെക്കുക. നല്ലതുപോലെ അമർത്തിയതിന് ശേഷം ബാക്കിയുള്ള നെയ്യ് എടുത്ത് ഇതിലേക്ക് തടവി കൊടുക്കുക. ഇതിന്റെ പുറത്തൊന്ന് തടവി കൊടുക്കുക. ഇനി നമുക്കൊരു പഴയ പാത്രത്തിൽ കുറച്ച് മണൽ എടുത്ത് ചൂടാക്കാം. അതിന് ഒരു തീയുടെ പുറത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചരുവത്തെ എടുത്തു വെക്കുക. അതിന്റെ മുകളിൽ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൽ നല്ലതുപോലെ തീക്കനലിട്ട് കൊടുക്കുക. നല്ലതുപോലെ തീക്കനലിട്ട് താഴെയും മുകളിലും ഒരേപോലെ ചൂട് കൊടുക്കുക. ഏകദേശം 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ എടുക്കാം ഇത് വേകാൻ. ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ കാണാൻ പറ്റും. അപ്പൊ അത് വെന്തെന്ന് ഉറപ്പിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തോ എന്ന്. എന്നിട്ട് നമുക്ക് ആ തീ ഓഫ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.